ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അങ്ങനെ നമ്മുടെ SSC MTS ഹവൽദാർ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ എന്ത് ചെയ്തു, റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. MTSൻ്റെ റിസൾട്ട് വന്നിട്ടില്ലെങ്കിലും നമ്മുടെ ഹവൽദാറിൻ്റെ റിസൾട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് എന്തുണ്ട്, അടുത്ത സ്റ്റേജായ ഫിസിക്കൽ എക്സാമിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർ അനൗൺസ് ചെയ്തിരുന്നു, റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തായി, ഫിസിക്കൽ അടുത്തു അല്ലേ. നിങ്ങൾ എല്ലാവർക്കും ഡേറ്റും വന്ന് കാണും, നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങൾക്ക് എന്തും വന്ന് കാണും. ചിലപ്പോൾ അത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള നോട്ടീസ്, ആ ഒരു ഇൻഫർമേഷനും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായി പറയുകയാണെങ്കിൽ 5 to 12 ഈ മാസം ഫെബ്രുവരി 5 to 12 ആണ് നിങ്ങളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്കലിന് എന്താണ്, അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇത് അറിയാത്തവരാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കിക്കോളുക. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അതിൻ്റെ ഒപ്പം കൊണ്ടുപോവേണ്ടതെന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ കൃത്യമായി തന്നെ ശ്രദ്ധിച്ചോളുക. അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, SSC KKRന്റെ സൈറ്റ്, കർണാടക കേരള റീജിയൻ വരുന്ന ssckr.kr.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ തന്നെ കണ്ടോ, പ്ലീസ് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ഫോർ PST ഓർ PET ഓഫ് MTS എക്സാമിനേഷൻ. MTS എക്സാമിനേഷന് കണ്ടക്ട് ചെയ്യുന്ന, അതായത് ഹവൽദാർ എക്സാമിനേഷന് കണ്ടക്ട് ചെയ്യുന്ന PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ എന്ത് വന്നിട്ടുണ്ട്, അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിലീസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന സംഭവം വരും. അപ്പോൾ അതെന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് കൈവയ്ക്കുക. അതാണ് നമുക്ക് ആദ്യമായിട്ട് കൊണ്ടുപോവേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്. അപ്പോൾ അതെന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ഡേറ്റ് അതിൽ എന്ത് ചെയ്യും, ഓൾറെഡി അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരിക്കും, എവിടെ വെച്ചാണ് സെൻറ്റർ എന്നും അവർ അറിയിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് 5 to 12 വരെയാണ് ഡേറ്റ്. അപ്പോൾ അതിനുള്ളിൽ ഒരു ഡേറ്റിലായിരിക്കും നിങ്ങൾക്ക് എക്സാം നടക്കുന്നത്. എവിടെ വെച്ചാണ്, ഇവിടെ ഒന്നും സെൻറ്ററില്ല, നമുക്ക് കൊച്ചിയിലാണ് സെൻറ്റർ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ പോയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, ഫിസിക്കൽ വരുന്നതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളുക. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് കൈ വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുമ്പോൾ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് വരും. ക്യാപ്ചയൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അഡ്മിറ്റ് കാർഡ് റിലീസ് ആവും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത്, എന്തോ വരും, അഡ്മിറ്റ് കാർഡ് വരും അല്ലേ, എവിടെ വെച്ചാണ് സെൻറ്റർ, ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് വരും. കണ്ടോ, അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് മൾട്ടി ടാസ്കിങ്ങിൻ്റെ നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവൽദാർ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഫോർ കണ്ടക്ട് ഫോർ PST PETക്ക് വേണ്ടിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും, വരും അല്ലേ, ആ ഒരു കാര്യം വരും. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നതെന്നുള്ളതും അതുപോലെ തന്നെ എന്തുവാണ്, എവിടെ വെച്ചിട്ടാണ് സെൻറ്റർ നെയിം അല്ലെങ്കിൽ അഡ്രസ്സ് എന്നുള്ളൊരു കാര്യം അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കണ്ടോ, 5/2 സ്റ്റാർട്ട് ചെയ്യുന്നത്, അന്ന് തന്നെയാണ് ഒരാളുടെ അഡ്മിറ്റ് കാർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എന്ത് വരും, അഡ്മിറ്റ് കാർഡ് റിലീസ് ആവും. ആ ഒരു ഇടത്ത് എന്തുണ്ടായിരിക്കും, 5/2/2020 നിങ്ങളുടെ ഡേറ്റും ഉണ്ടായിരിക്കും, നിങ്ങളുടെ ടൈം ഏത് സമയത്താണ് നിങ്ങൾ എത്തിച്ചേരേണ്ടതെന്നുള്ളൊരു കാര്യം ഉണ്ടായിരിക്കും. ഒപ്പം എവിടെ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത്. ഇതിപ്പോൾ എന്താണ്, കസ്റ്റം ഹൗസ് വില്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പിന്നെ കുറച്ച് പേർക്ക് റീജിയണൽ സ്പോർട്സ് സെൻറ്റർ എന്ന് പറയുന്ന ഏലംകുളം കടവന്ത്ര കൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്തും കുറച്ച് പേർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 2 സെൻറ്ററാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. കൊച്ചിയിലാണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, ഈ പറയുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, പുറപ്പെടണം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കയ്യിൽ കരുതി ഉടനെ തന്നെ അവിടെ പോയി റൂം എടുത്ത് സ്റ്റേ ചെയ്ത് ഫിസിക്കലിന് വേണ്ടി റെഡി ആവുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട കാര്യം, അപ്പോൾ PETക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോവേണ്ടതെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ ഒരു പ്രിൻറ്റഡ് കോപ്പി ഉണ്ടായിരിക്കണം കേട്ടോ. പ്രിൻറ്റഡ് ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കളർ കോപ്പിയും അതിൻ്റെ ഒപ്പം എന്തും വേണം, നിങ്ങളുടെ ഒരു കോപ്പിയും കൂടെ കയ്യിൽ കരുതണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം, നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടീസും കൂടെ കയ്യിൽ കരുതാൻ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി എന്ത് വേണം, ഫസ്റ്റ് വേണ്ടത് അഡ്മിറ്റ് കാർഡ്, രണ്ടാമത് വേണ്ടത് ഈ നോട്ടീസ്. ഈ നോട്ടീസ് അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ കരുതണം എന്നുള്ളൊരു കാര്യമാണ്. ഇത് പേജ് എടുത്ത് കളയരുത്, ഇതെന്ത് ചെയ്യണം, നിങ്ങൾ കൂടെ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് അവർ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് എത്രയാണ്, 157.5 സെൻറ്റിമീറ്റർ ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. 157.5 സെൻറ്റിമീറ്ററും ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ ഉണ്ടാവണം വിത്ത് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റ് എന്താണ്, മെയിലിന് വാക്കിംഗ് ആണ് അല്ലേ, നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, നടപ്പാണ്, വാക്കിംഗ് ആണുള്ളത്, നടക്കുകയാണുള്ളത്. അത് എത്ര മീറ്റർ, 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട് നടക്കണം. 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട് നടക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എങ്ങനെയാണ്, ഹൈറ്റ് 152 മതി, പക്ഷേ നിങ്ങൾക്ക് എന്ത് വേണം, വെയിറ്റ് 48 കിലോ എങ്കിലും വേണം. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ളവർക്ക് കുറച്ച് ഹൈറ്റ് റിലാക്സേഷൻ ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല.
അപ്പോൾ ഹൈറ്റ് നമുക്ക് മിനിമം വേണ്ടത് ബോയ്സിനാണെങ്കിൽ 157.5 ഗേൾസിനാണെങ്കിൽ 152 വെയിറ്റ് 48 കിലോ ഫീമെയിൽസിന് അത്യാവശ്യം ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് അവർക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ് വാക്കിംഗ് 1 കിലോമീറ്റർ ഇൻ 20 മിനിറ്റ് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, 20 മിനിറ്റിൽ 1 കിലോമീറ്റർ നടക്കാനാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഇവിടെ കൃത്യമായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ആർ ഡയറക്റ്റഡ് ടു ബ്രിങ് ദിസ് നോട്ടീസ് ആൻഡ് അഡ്മിറ്റ് കാർഡ്. എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, നോട്ടീസും അഡ്മിറ്റ് കാർഡും. ഈ മുകളിൽ കണ്ട ഈ ഒരു നോട്ടീസും അതിന് പുറകെ കണ്ട എന്താണ് അഡ്മിറ്റ് കാർഡും കൊണ്ടുപോകണം. വിത്ത് ഒറിജിനൽ വാലിഡ് ID കാർഡ്. നിങ്ങളുടെ ഒരു ID കാർഡ് ഉണ്ടായിരിക്കണം. എന്ത് ID കാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നീ ആധാർ കാർഡ് ആയിരിക്കും, വോട്ടേഴ്സ് ID ആയിരിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കാം, പാൻ കാർഡ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി നിങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന ഒരു ID കാർഡ് ഉണ്ടായിരിക്കണം. ഈ ഫോട്ടോ ഐഡന്റി കാർഡ് ഡസ് നോട്ട് ഹാവ് ദ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്ത ഒരു സാധനമാണ് നിങ്ങൾ കൊണ്ടുപോകുന്നെങ്കിൽ അഡീഷണൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങളുടെ എന്തും വച്ചിരിക്കുക, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വെച്ചിരിക്കുക. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. അപ്പോൾ എന്തൊക്കെ വേണം? അഡ്മിറ്റ് കാർഡ് വേണം, നിങ്ങളുടെ ഈ നോട്ടീസ് വേണം, അതിൻ്റെ ഒപ്പം എന്ത് വേണം? നിങ്ങളുടെ ഒരു വാലിഡ് ID കാർഡ് ആയിട്ടുള്ള ആധാർ കാർഡ് എന്തെങ്കിലും കൊണ്ടുപോവുക. അതിൻ്റെ ഒപ്പം എന്തും കൂടെ കരുതുക, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അത് CBSE ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ, എന്തായാലും അതെന്ത് ചെയ്യുക, കയ്യിൽ കരുതുക. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാത്ത എന്തെങ്കിലും ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ എന്ത് ചെയ്യുക, ബർത്ത് സർട്ടിഫിക്കറ്റ് കയ്യിൽ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത കാൻഡിഡേറ്റ്സ് ആർ ഡയറക്റ്റഡ് ടു ബ്രിങ് ഫോളോയിങ് റിക്വസിറ്റ് ഡോക്യുമെന്റ്സ് ഇൻ ഒറിജിനൽ ഫോർ PET or PST. അതിൽ നമുക്ക് വരേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കാണ്? ഈ പറയുന്ന ആസാമീസ്, ഗാർവാളീസ് ഏരിയാസ്, അതായത് നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് ഹൈറ്റ് റിലാക്സേഷൻ ഉള്ളവർ ആ സർട്ടിഫിക്കറ്റ് കാണിക്കണം. പിന്നെ പറയുന്നത് എന്താണ്? ഹൈറ്റിൻ്റെയോ വെയിറ്റിൻ്റെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണെങ്കിൽ അവർക്കും എന്തുണ്ട്? ഈ പറയുന്ന ഒരു റിലാക്സേഷൻ, ഹൈറ്റിൻ്റെ റിലാക്സേഷൻ പറയുന്നത് അവരും എന്ത് ചെയ്യണം? അഥവാ അവർ ആ കാറ്റഗറി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കാണിക്കണം. ST കാർ കേട്ടോ, ഷെഡ്യൂൾഡ് ട്രൈബ്സുകാർ അത് കാണിക്കണം. PWD കാൻഡിഡേറ്റ്സ് ആണ് പോകുന്നതെങ്കിൽ PWD കാൻഡിഡേറ്റ്സ് എന്ത് കാണിക്കണം? അവരുടെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം. അവർക്ക് എന്താണ് ആ ഒരു പ്രശ്നം എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഏതെങ്കിലും ഒരു മെഡിക്കൽ ഓഫീസർ സൈൻ ചെയ്തിട്ടുള്ള മെഡിക്കൽ പ്രൊസീജിയർ ആയിട്ടുള്ള കാര്യം തന്നെ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഉണ്ടല്ലോ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്, അവർ ആ ഫോർമാറ്റ് ഒക്കെ പറയുന്നുണ്ട്. ആ ഫോർമാറ്റിന് അനുസരിച്ചിട്ടുള്ളത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. കൗണ്ടർ സിഗ്നേച്ചർ CMO ഈസ് റിക്വയർഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ PWD കാൻഡിഡേറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റ്ലി ക്ലിയർലി ഇൻഡിക്കേറ്റിംഗ് ദ നാച്ചർ ഓഫ് ഡിസബിലിറ്റി. ഏത് ഡിസബിലിറ്റി ആണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്? നോട്ട് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു കാരണം വിത്ത് പെർസെൻറ്റേജ്. ഇഫ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എക്സിസ്റ്റ് ഓൾ ദ ഡിസബിലിറ്റി മസ്റ്റ് ബി ക്ലിയർലി മെൻഷൻഡ് വിത്ത് പെർസെൻറ്റേജ്. എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്കുള്ള ഡിസബിലിറ്റി എന്ന് കാണിച്ച് തന്നെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ലെജിബിൾ വിത്ത് നോ ഓവർ റൈറ്റിംഗ്, അല്ലെങ്കിൽ ഒരു കറക്ഷനോ ഓവർ റൈറ്റിങ്ങോ ഒന്നും ചെയ്യാത്ത കൃത്യമായിട്ടൊരു മെഡിക്കൽ റിപ്പോർട്ടായിരിക്കണം. അതിൽ വരയും കുറിയും ഒന്നും പാടില്ല, കൃത്യമായിട്ടുള്ള കാര്യമായിരിക്കണം. ഒരു മെഡിക്കൽ അതോറിറ്റി തന്നെ അതെന്ത് ചെയ്യണം? സൈൻ ചെയ്ത് തരണം എന്നാണ് പറയുന്നത്. ഇതൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല, പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ PET അല്ലെങ്കിൽ PSTയിൽ നിന്ന് ഒഴിവാക്കുക. നോട്ട് ബി ഹെൽഡ് എലിജിബിൾ ഫോർ ദ പോസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടല്ലോ എല്ലാവർക്കും പറയുന്നത് ഈ പറയുന്ന ഓഫീസ് ഓഫ് കമ്മീഷൻ ഓഫ് കസ്റ്റംസ് ഓഫീസ് ആയിട്ടുള്ള കസ്റ്റം ഹൗസ് വില്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചിയിൽ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അവരുടെ അറേഞ്ച്മെന്റ്സ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് ഷൂസിൻ്റെ ഒക്കെ കാര്യത്തിൽ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം. അതായത് നിങ്ങൾ സ്പൈക്സ് പോലെയുള്ള വാക്കിംഗ് ആണല്ലോ, അപ്പോൾ വാക്കിങ്ങിന് അനുസൃതമായിട്ടുള്ള എന്തുണ്ടായിരിക്കണം? ഷൂസ് ആയിരിക്കണം കൊണ്ടുവേണ്ടത്. സ്പൈക്ക് ഷൂസ്, റണ്ണിങ് ഷൂസ് പോലത്തെ സ്പൈക്കി ആയിട്ടുള്ള ഷൂസ് എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത് എന്നൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. your candidate will be treated as cancelled. എന്തെങ്കിലും ഒരു എന്താണ് പ്രിസ്ക്രൈബ്ഡ് ഡേറ്റിൽ പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ നിങ്ങൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ക്യാൻസൽഡ് ആവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. വേറെ ഒന്നും പ്രധാനമായിട്ട് പറയുന്നില്ല, ഇത്ര കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറയുകയാണെങ്കിൽ അഡ്മിറ്റ് കാർഡ്, നോട്ടീസ്, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ഒരു ആധാർ ID അല്ലെങ്കിൽ വോട്ടർ ID, ആ ഒരു സംഭവം കൃത്യമായിട്ടുള്ള ഒരു ID കാർഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കയ്യിൽ വയ്ക്കുക. അതിൻ്റെ കോപ്പീസും എടുത്ത് കയ്യിൽ വെച്ചോളൂ കേട്ടോ. അത്രയും കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ ഒരു വാലിഡ് ഫോട്ടോസ് 2-3 കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഫോട്ടോസ്, അതുപോലെ തന്നെ ഒരു റഫ് ആയിട്ടുള്ള ഒരു പേപ്പറോ അല്ലെങ്കിൽ പേനയോ ഇതൊക്കെ കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചോളുക. നിങ്ങൾക്ക് വാക്കിംഗ് ആണ്, എക്സസൈസ് ആണ്. അപ്പം ഹെൽത്തി ആയിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് വാട്ടറൊക്കെ കുടിച്ച് മാക്സിമം എന്ത് ചെയ്യുക, നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നോക്കുക. ഇത്ര സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കയ്യിൽ കരുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, എന്താണ് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതുക. കാസ്റ്റ് സർട്ടിഫിക്കറ്റും അതെടുത്ത് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ കരുതിക്കോളാം. നമുക്കൊരു ഇത്രയും ദൂരെ പോകുന്നത്
കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രശ്നങ്ങളും വരുത്താതിരിക്കാൻ വേണ്ടി ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഒറിജിനൽ കാസ്റ്റ് ഏതാണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൈ കരുതുക. OBC ആണെങ്കിൽ NCL ജസ്റ്റ് ഒന്ന് എപ്പോഴെടുത്തതായാലും കയ്യിൽ കരുതിയിരിക്കുക. നമുക്കൊരു അർജൻസി വരുമ്പോൾ നമുക്ക് ഒന്നും ഇല്ലാതാവില്ലല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് കയ്യിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെയൊക്കെ കോപ്പീസ് കരുതുക. ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ മേജർ ഡോക്യുമെൻസുമായിട്ട് 5 to 12 ഏതിനിടയ്ക്കാണ് നിങ്ങളുടെ ഇത് വരുന്നതെന്ന് കൃത്യമായി നോക്കിക്കോളുക. നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുക, ഒരു ടെൻഷനും വേണ്ട. ഇത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം എന്ത് ചെയ്യുക, മനസ്സിലാക്കി തന്നെ പോവുക. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ദിവസം മുന്നേ എത്താൻ നോക്കുക. അപ്പോൾ അവിടെ ഉള്ള ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം മുന്നേ എത്തുക. ഒരു ലാസ്റ്റ് മിനിറ്റ് റഷിലേക്ക് പോകരുത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ. നമുക്ക് അറിയത്തില്ല, ഇപ്പം നിങ്ങളിപ്പോൾ MTS കുറച്ചും കൂടെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ MTS നിങ്ങൾ എൻ്റർ ആവുമായിരിക്കും. എങ്കിൽ പോലും ഫിസിക്കൽ എന്ത് ചെയ്യുക, അത്ര സീരിയസ് അവിടെ കാണുക. നമുക്കറിയത്തില്ല എത്രത്തോളം കട്ട് ഓഫ് MTS വരുമെന്ന്. അതുകൊണ്ട് ഇപ്പം അത്യാവശ്യം 125 അല്ലെങ്കിൽ 130+ എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺഫിഡൻസോടെ ഇരിക്കാം. എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഹവൽദാറിനെ സീരിയസ് ആയിട്ട് തന്നെ കാണുക. കാരണം ചിലപ്പോൾ ഹവൽദാറിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ PET നല്ലതായിട്ടല്ല അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോൺഫിഡൻസ്, നിങ്ങളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ മുന്നോട്ട് പോകുക കേട്ടോ. അപ്പോൾ ഒട്ടും ടെൻഷൻ ആവേണ്ട, വാക്കിംഗ് ആണ്, നമുക്ക് റിലാക്സിങ് ആയിട്ട് പോവാം. നിങ്ങൾ പക്ഷേ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഉറങ്ങുക, ഫുഡൊക്കെ കഴിക്കുക, വെള്ളമൊക്കെ കുടിക്കുക. അങ്ങനെ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.